ടീച്ചർ അത് തന്നെയാണ് പ്രൊഫസർ സ്റ്റാലിൻ സെബാസ്റ്റ്യൻ അടക്കം പറഞ്ഞതുപോലെ ഇത്തരത്തിൽ കൃത്യമായ ആസൂത്രണമുണ്ട്, ഗൂഢാലോചനയുണ്ട്, തിരക്കഥയുണ്ട്. ഒരു അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഷംസീർ ആണെങ്കിലും ഉദയഭാനു ആണെങ്കിലും മറ്റു പല പേരുകളാണെങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ, ഇത്തരം സംഭവങ്ങളിൽ, ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കുന്നത്. ഇതിനെ ചെറുക്കേണ്ടത് എങ്ങനെയാണ്? പൊതുസമൂഹത്തിൻ്റെ ഒരു കൂട്ടായ ജാഗ്രത, ഹൈന്ദവരുടെ ഒരു ഒരു ഏകീകരണം, അത് അനിവാര്യമാകുന്ന ഒരു സാഹചര്യം കൂടിയല്ലേ ഈ ഒരു സംഭവങ്ങളൊക്കെയും വിളിച്ചൂതുന്നത്? പ്രത്യേകിച്ച് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി അടക്കം മുന്നോട്ട് വരുന്നു. പക്ഷേ ഹൈന്ദവരൊന്നാകെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട, ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുന്നില്ലേ? താങ്കൾ ആദ്യം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇവിടെ മറുപടി പറയേണ്ടത് അവിടുത്തെ പത്തനംതിട്ടയിലെ സഖാക്കളാണ്, ഹൈന്ദവ സഖാക്കളാണ്. പക്ഷേ എന്തുകൊണ്ട് അവർ മൗനം പാലിക്കുന്നു? ഈ മൗനമല്ലേ അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്? തീർച്ചയായും ഈ മൗനം അപകടകരമാണ്. ആ മൗനത്തിന് കാരണം അവർ അടിമകളാണ്. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ സ്വന്തം മതവിശ്വാസങ്ങൾ വ്രണപ്പെടുമ്പോൾ, അത് ചവിട്ടി അരയ്ക്കുമ്പോൾ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ല. അവരവിടെ അടിമകളാണ്. മറ്റൊരു മതത്തിന്റെ ആയിരുന്നെങ്കിൽ അവരൊന്നും വെറുതെ ഒരു രാഷ്ട്രീയ ഭേദവും ഇല്ലാതെ അവർ ഒരുമിച്ച് പ്രതികരിക്കും. പക്ഷെ ഇവർക്കതിങ്ങനെ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അടിമകളെ പോലെ കിടക്കുകയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികൾ. പക്ഷെ ഒരുപാട് കാലം ആരും അടിമത്തം സഹിക്കില്ല. ഒരുപക്ഷെ വിദ്യാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ മറ്റൊന്നുമില്ലാത്ത ആഫ്രിക്കൻ ജനത പോലും ഒരുപാട് കാലമൊന്നും അടിമത്തം സഹിച്ചില്ലല്ലോ. അടിമത്തത്തിനെതിരെ ഉണർന്നു വന്നില്ലേ? അപ്പൊ സ്വാഭാവികമായി ഒരുപാട് കാലം അടിമത്തം നടക്കില്ല. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അതാത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഇതൊരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ആ പൊട്ടിത്തെറിയിലായിരിക്കും ഒരുപക്ഷെ CPM ഒക്കെ ഇല്ലാതിരിക്കുന്നത്. കാരണം എന്തുമാത്രം അപമാനകരമായ വസ്തുതയൊക്കെയാണ് ഈ പറഞ്ഞു വരുത്തുന്നത്. അത് എന്തെങ്കിലും ഒരു കാര്യമുള്ള കാര്യത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ നമുക്കൊക്കെ പിന്നെ പറഞ്ഞു പൊക്കോട്ടെ എന്ന് വെക്കാം. ഇങ്ങനെ അപമാനിക്കുമ്പോൾ തീർച്ചയായും അതിന് പ്രതിഷേധമുണ്ട്. ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധിക്കും എന്ന ഉറപ്പ്, നിയമപരമായ നടപടികളിലേക്ക് നീങ്ങും. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈന്ദവ സമൂഹം പ്രതികരിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താ, ചൈനയില് പാമ്പിനെ കഴിക്കുന്നു, ഇവിടെ പൂജിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോ മനുഷ്യൻ കളയുന്ന ചില സാധനങ്ങൾ ശുനകന്മാര് ഭക്ഷിക്കാറുണ്ട് എന്ന് വിചാരിച്ച് ഇദ്ദേഹം ഭക്ഷിക്കൂ? മനുഷ്യൻ കളയണതാണ് ശുനകന് വളരെ ഇഷ്ടമാണ് എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം ഭക്ഷിക്കൂ? ഇദ്ദേഹത്തെ 4 കല്ല് കൊണ്ടുപോയി കെട്ടി നിർത്തി അത് ഭക്ഷിപ്പിക്കാൻ സാധിക്കൂ? ഇത്തരത്തിലുള്ള താരതമ്യങ്ങളാണോ നടത്തേണ്ടത്? ഇദ്ദേഹത്തിന് ചൈനയാണ് ഇഷ്ടമെങ്കിൽ ചൈനയിൽ പെയ്ത മഴയ്ക്ക് ഇവിടെ കൊട പിടിക്കുന്ന സമ്പ്രദായം കൂടെ നിർത്തിയതായിരുന്നു. അതാണ് നല്ലതെങ്കിൽ അവിടെ പോയി പൗരത്വം എടുക്കും, പാമ്പിനെ തിന്നാലോ, പാമ്പിനെ പുഴുവിനെയോ അവിടെയും ചൈന പ്രണയം തന്നെയാണ് CPM തുറന്നു പറയുന്നത്. അതെ, ആ പ്രണയം ആയിക്കോട്ടെ, പ്രണയം വേണേ പോവാല്ലോ. ആരും ഇവിടെ തടഞ്ഞു വെച്ചിട്ടില്ല. ഭാരതത്തിൽ നിന്നുകൊണ്ട് ചൈനയെ പ്രേമിച്ചുകൊണ്ട് നിൽക്കണ്ട. അപ്പൊ ഇന്ന് സുപ്രീം കോടതിയുടെ ഒരു ഇത് കണ്ടു, പാകിസ്ഥാൻ എന്ന പേര് പോലും ഭാരതത്തിലൊരു സ്ഥലത്തിനോ പറയരുത് എന്നൊരു ഇതൊക്കെ സുപ്രീം കോടതിയുടേതായി കണ്ടു, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റേതായിട്ട്. അപ്പോൾ അത്രമാത്രം നമ്മളൊരു പേര് പോലും ഒരു സ്ഥലത്തിന് വരരുത് എന്നുള്ള ഒരു പരമോന്നത നീതിപീഠത്തിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ മറ്റൊരു രാജ്യത്തിന്റെ പ്രണയിച്ചുകൊണ്ട് ഇവിടെ ജയിക്കുമ്പോൾ, അത് പാകിസ്ഥാനി ആണെങ്കിലും ചൈനയെ ആണെങ്കിലും അവിടെ പ്രണയിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്നവരുടെ അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് എന്താണ് എന്നുകൂടി കോടതി വെളിപ്പെടുത്തേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർക്ക് തുല്യ പൗരത്വം അംഗീകരിക്കാമോ? ഈ രാഷ്ട്രത്തിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ മറ്റൊരിടത്തായി നിൽക്കുന്നവർക്ക് ഈ രാഷ്ട്രത്തിന്റെ തുല്യ പൗരത്വം അംഗീകരിക്കാമോ എന്നതിലേക്ക് കൂടി സുപ്രീം കോടതിയുടെയൊക്കെ ശ്രദ്ധ പോകേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ചൈനയിൽ ആരാധിക്കുന്നത് നോക്കിയിട്ടല്ലല്ലോ ഹിന്ദു വിശ്വാസം വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് വേറൊന്നാകും, അതനുസരിച്ച് ഇവിടുത്തെ വിശ്വാസങ്ങളൊക്കെ മാറ്റിക്കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ടോ? മാറ്റിക്കൊടുക്കണമെന്നാണോ അദ്ദേഹം ചിന്തിക്കുന്നത്? മറ്റു മതവിശ്വാസങ്ങളെ ഇങ്ങനെ ഓരോ രാജ്യത്ത് ഇന്ന പോലെയാണ് എന്ന് പറഞ്ഞ അദ്ദേഹം താരതമ്യപ്പെടുത്താറുണ്ട്. അപ്പൊ തീർച്ചയായും വളരെ നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് പാർട്ടി അദ്ദേഹത്തെ ശാസിക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ മാറ്റി നിർത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തായാലും നിയമ നടപടികൾ അദ്ദേഹം നേരിടേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. നിയമപരമായി എങ്കിലും ഇതിന് ഉത്തരം പറയിപ്പിക്കാനുള്ള ബാധ്യത ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിനുണ്ട്. ഇങ്ങനെ നാക്ക് വായിൽ നിന്ന് എടുത്താൽ ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ടെ എന്നുള്ള രീതി അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഹിന്ദുവിന്റെ ഇപ്പൊ അദ്ദേഹം പാമ്പിനെ പൂജിച്ചാലും, കുരങ്ങനെ പൂജിച്ചാലും, പന്നിയെ പൂജിച്ചാലും, ദശാവതാരങ്ങളിൽ വിശ്വസിച്ചാലും അത് ഉദയഭാനു എന്ന വ്യക്തി ഏത് തരത്തിലാണ് സ്വാധീനിക്കുന്നത്? അദ്ദേഹത്തിന്റെ കടപ്പാടത്തിനെയോ അദ്ദേഹത്തിന്റെ മനുഷ്യന്റെ ബേസിക് നീഡ്സോ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് അത്തരം ഏതെങ്കിലും ഒരു ബേസിക് നീഡ്സിലേക്ക് ഇത് ശല്യമായി വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പൊതുവായ ജീവിതത്തിന് ഇത് ശല്യമായി വരുന്നുണ്ട്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്? ഇല്ലല്ലോ. പിന്നെ എന്താവശ്യത്തിനാണ് എങ്ങനെ അദ്ദേഹം ജസ്റ്റിഫൈ ചെയ്യും തന്റെ പ്രസ്താവനയെ? ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് ഇത് പറഞ്ഞത്, എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഇത് എന്ന് അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെയോ കുടുംബ ജീവിതത്തെയോ രാഷ്ട്രീയ ജീവിതത്തെയോ ഒന്നും ഒരു തരത്തിലും ബാധിക്കാത്തൊരു വിശ്വാസവുമായി ഹിന്ദു സമൂഹം മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം ഇതിനെ എങ്ങനെ കാണും? ഇനി ഒന്നുകൂടി പറയണം, CPM അടക്കമുള്ളവർ അവര് ദേവസ്വം ബോർഡിന്റെ ഭാഗമാണ്. ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ദേവസ്വം മെമ്പർമാരും ഒക്കെ ഇവരുടെയൊക്കെ ആളുകളാണ്. അപ്പൊ ഇതടക്കമുള്ള ആളുകളെ വെച്ചുകൊണ്ടല്ലേ ഇവര് ഈ ക്ഷേത്രങ്ങളൊക്കെ ഭരിക്കുന്നത്? ഈ തിന്നേണ്ട പാമ്പിനെ പൂജിക്കുന്നവരും കുരങ്ങനെ പൂജിക്കുന്നവരും ഒക്കെ അപ്പൊ ഇവരാണോ ദേവസ്വം ബോർഡ് ഭരിക്കേണ്ടത്?
ഇദ്ദേഹം ഇപ്പൊ MLA ആയിരുന്നു, നാളെ ആവുമെന്ന് നമുക്ക് പറയാൻ വയ്യ. കാരണം ഇതൊക്കെ പറയുകൊണ്ട് ഒരു പക്ഷെ നാളെ കയറ്റി നിർത്തി അയക്കളയാൻ അദ്ദേഹത്തിനൊരു ധാരണ ഉണ്ടാവും. ചിലപ്പോൾ എന്നെ ആരും പരിഗണിക്കുന്നില്ല, MLA സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മന്ത്രി സ്ഥാനത്തേക്കോ പരിഗണിക്കുന്നില്ല എങ്കിൽ ഞാനങ്ങ് കയറി ആളായിക്കളയാം എന്നുള്ള നിലയ്ക്ക് ചാടിക്കയറി പറഞ്ഞാണെങ്കിൽ നാളെ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ദേവസ്വം മന്ത്രിയിലേക്ക് കൊണ്ടുവരും. ഇതിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കി അതിനാണ് ഒരുപക്ഷെ വിവാദങ്ങളിലൂടെ വീരനാകാം എന്നുള്ള ഒരു തോന്നിച്ചായിരിക്കാം ഇത്തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് എത്തിച്ചത് അല്ലേ?